ഹായ് ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ യാത്രയിൽ കണ്ട ചില അനുഭവങ്ങളാണ്. സിഖുകാർ യാചിക്കാറില്ല. സർദാർജികൾ ഭിക്ഷയെടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ ഓൾ ഇന്ത്യ യാത്രയിൽ എവിടെയും കണ്ടില്ല. ഇനി തലപ്പാവും മറ്റും അഴിച്ചു മാറ്റി യാചിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. സിഖുകാർ ഒരിക്കലും ഭിക്ഷ സ്വീകരിക്കാറില്ല. സിഖുകാർ ഒരുപാട് ദുരിതം അനുഭവിച്ച കാലഘട്ടങ്ങളിലും അവർ ഭിക്ഷയെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് 1984 സിഖ് കലാപത്തിൽ പോലും സിഖ് സമൂഹത്തിൽ നിന്ന് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതായി വന്നിട്ടില്ല. സിഖ് സമൂഹം ഭിക്ഷ നൽകുന്നതിനും വാങ്ങുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മിക്ക മതകേന്ദ്രങ്ങളുടെയും പുറത്ത് ഭിക്ഷ യാചിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മതങ്ങൾ ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണിത് ഇവിടങ്ങളിൽ യാചകർ നിറയുന്നത്. എന്നാൽ സിഖ് ഗുരുദ്വാരകളുടെ പുറത്ത് ഇങ്ങനെ ഭിക്ഷാടകരെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, സിഖ് സമൂഹത്തിൽപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ യാചിക്കേണ്ടി വരുന്നതിന് മുന്നേ തന്നെ സമൂഹം അയാൾക്ക് ഭക്ഷണം നൽകും. അതാണ് മിക്ക ഗുരുദ്വാരകളിലും സ്വാദിഷ്ടമായ ഭക്ഷണം, അന്നദാനം നടത്തുന്നത്. കൃഷിയോ ജോലിയോ ഇല്ലാത്ത പാവപ്പെട്ടവർ ആണെങ്കിൽ ആ വ്യക്തിക്ക് ജോലി നൽകി ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് സിഖ് ധർമ്മം. ദാനം കാശായി നൽകാതെ ഭക്ഷണവും ജീവിക്കാനുള്ള മാർഗവും നൽകി സ്വന്തം ഉപജീവനം നടത്താൻ പ്രാപ്തമാക്കുന്നതാണ് സിഖുകാരുടെ ധർമ്മം എന്നാണ് അറിയാൻ സാധിച്ചത്.